ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമെന്നും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ? ആഹാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ, അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും കൂടെ വഞ്ചനയാണ്. നിങ്ങളെ പറയണ്ട, ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്, അത് നടത്തി കൊടുക്കണം. ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ? അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കില്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റേതല്ല, ഈശ്വരന്റെ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ പോരാ. ഈ മുറി എന്നും അടിച്ചു തുടപ്പിക്കണം. എന്നാലൊരു കാര്യം ചെയ്യും, എന്നും കുറച്ച് അരി പോയിട്ട് പൂജിക്കും. ചിരിക്കടി. You idiot. വിളിക്ക. നിനക്ക് അടിയുടെ കുറവാണ്. ആവശ്യത്തിന് അനാവശ്യത്തിന് പണം, പദവി, ലാളന. എന്നെ അടിച്ചു എന്റെ അച്ഛൻ അറിഞ്ഞോ, നിങ്ങൾ അന്ന് പുറത്താവും. ഇല്ല, നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും. നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും. സംശയം ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ. എടേ, നീ ഇനിയാണ് ജീവിക്കാൻ പോണത് എന്റെ രീതിക്ക്, എന്റെ വീടിന്റെ രീതിക്ക്. മാസത്തിലൊരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം. അങ്ങനെ കണക്കൊന്നും വെക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കാൻ. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വീമ്പിളക്കാലോ. സമാധാനായിട്ട് പോകും. നീ ഒന്ന് പറഞ്ഞൂലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാ വിഷമവും മാറി സന്തോഷായി എനിക്ക്. അവ വന്നൂലോ, എനിക്കത് മതി. പാവാ, ഒരു സാധു.